ഹലോ, ഹെഡ്മിയിലിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഇതെന്തായിരിക്കും ഈ കാണിക്കുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ എൻ്റെ ജനിച്ച് വളർന്ന സ്വന്തം വീട്ടിൽ പോയ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോ ആയിരുന്നു അത് മൊത്തം. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ ചായമൻസ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ചീരയാണിത്. ഇത് പലർക്കും അറിയില്ല. നല്ല ടേസ്റ്റാണ്, തോരൻ വെക്കാൻ ഉപയോഗിക്കാം, പരിപ്പിനകത്തിട്ട് ചീരക്കറി പോലെ പരിപ്പിനകത്തിട്ട് വെക്കാൻ ഉപയോഗിക്കാം. ഏറ്റവും നല്ല ടേസ്റ്റ് തോരനാണെന്നാണ് തോന്നുന്നത്, എനിക്കങ്ങനെ തോന്നി. ബാക്കിയുള്ളത് ട്രൈ ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇതിന് വേവൽപ്പം കൂടുതലാണ്, അതുപോലെ തന്നെ മുറ്റിയ തണ്ടെടുക്കരുത്. അത് പറഞ്ഞത് കാര്യമായി കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇലയുടെ തണ്ടെല്ലാം അരിഞ്ഞിട്ടേനെ. ഇത് നല്ല പിഞ്ചാണ്, ഞാൻ പൊടിച്ച് കാണിച്ചില്ലേ, അതൊക്കെ നമുക്ക് അതിനകത്ത് നല്ല പിഞ്ചായിട്ടുള്ള തണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്തിരിയെങ്കിലും കട്ടി ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിഞ്ചിലയുടെ തണ്ടൊക്കെ ഒടിച്ചെടുക്കാവുന്നത് ഞാൻ ഒടിച്ചെടുത്തു, ബാക്കി കളഞ്ഞു. അതുപോലെ തന്നെ മുറ്റിയ തണ്ടും കളഞ്ഞു. പിഞ്ചായിട്ടുള്ള തണ്ട് നമ്മൾ ഒടിച്ചെടുക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതും അരിഞ്ഞെടുത്തു. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു ഇതിന് ഭയങ്കര വേവാണ്, അതനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേവിക്കണം എന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഇതിന് കട്ടുണ്ട്. നമ്മുടെ കപ്പയില ഉണ്ടല്ലോ, ചീനിയുടെ ഇല പോലെ ഒരു കട്ടുണ്ട്, അതുകൊണ്ട് 10-15 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം, അതിന് ശേഷി തോരൻ വെക്കാവൂ എന്നൊക്കെ. പക്ഷെ എൻ്റെ വീട്ടിലും എൻ്റെ ചേച്ചിയുടെ വീട്ടിലും അതുപോലെ തന്നെ ഈ വീട്ടിൽ കൊടുത്ത വീട്ടുകാരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാതെ സാധാ തോരൻ വെക്കുന്ന കണക്കാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചെങ്കിൽ സാധാ വെക്കുന്ന കണക്ക് തന്നെ വെക്കാൻ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, സാധാ തോരൻ പോലെ വെക്കണോ അതോ ഇതിന് കട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയില്ല കേട്ടോ. കുറച്ച് പേര് ഞാൻ പല ആർട്ടിക്കിളുകളൊക്കെ വായിച്ചു നോക്കിയേ. അപ്പം കുറച്ച് പേര് പറയുന്നു ഇതിന് കൈപ്രസം ഉണ്ടെന്ന്. എനിക്ക് ഒന്നും ഫീൽ ആയില്ല. ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നമ്മുടെ ചീര അരിയുന്ന കണക്കാണ് അരിഞ്ഞിരിക്കുന്നത്. സവാളയും അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ശേഷം നമ്മുടെ സാധാ തോരൻ വെക്കുന്നത് പോലെ തന്നെ ഒരു പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം വേവുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഇലയിട്ട് നന്നായിട്ട് കുറേ നേരം ഇളക്കി കേട്ടോ, എണ്ണയ്ക്കകത്തിട്ട് വഴട്ടി. അമ്മ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അത്ര സമയമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇത്തിരി മുറ്റിയ ഇലയാണ് എടുത്തത്. ഇതൊത്തിരി മുറ്റാത്ത തളിരിലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ചീരക്കകത്ത് എന്താണ് വെള്ളം പിടിച്ചിരിക്കുന്നവർക്ക് ഒന്നും പിടിച്ചിരിക്കത്തില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഒത്തിരി നേരം വഴറ്റി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി മുറ്റാത്ത ഇല എടുത്താൽ മതി. ഈ ഇലയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ ശക്തി കിട്ടാനും, നമ്മുടെ മജ്ജ കൂടാനും, പിന്നെ കുറേ ആർട്ടിക്കിളുകൾ വായിച്ചാൽ ഇതിനില്ലാത്ത ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടത് ഉള്ളതോ കള്ളമോ ഒന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് ഞാനൊരു 4-5 മിനിറ്റ് ഇട്ട് ഇങ്ങനെ വഴറ്റി കേട്ടോ. അതിനുശേഷം ഉപ്പ്, ഇലയ്ക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ട് അടച്ചു വെച്ചാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ സാധാരണ തേങ്ങയും മുളകും എല്ലാം കൂടെ ഒക്കെ അങ്ങ് സാധാരണ മുളക് അരിഞ്ഞിടാറേ ഉള്ളൂ, തേങ്ങ കൈ കൊണ്ട് ഞെരടിയൊക്കെ ഇടാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് ചതയ്ക്കാമെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് വെക്കുന്ന ഒരു തോരനല്ലേ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം ആദ്യം 1 ടീസ്പൂൺ ഇട്ടെങ്കിലും കുറച്ചതിൽ നിന്ന് മാറ്റി കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ കണക്കാക്കിയാൽ മതി. പിന്നെ സവാളയുള്ളി ഓൾറെഡി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചീര നല്ലതുപോലെ വഴണ്ട് അതിൻ്റെ പകുതി പോലും ഇല്ല ഇപ്പോൾ. അതിനുശേഷം അരപ്പ് അതിലേക്ക് ഇട്ട് ആദ്യത്തെ ചീരയുടെ കണക്കനുസരിച്ചാണ് ഞാൻ മസാല എടുത്തിരിക്കുന്നത്, അത്രയും മസാലയുടെ ആവശ്യമില്ലായിരുന്നു. അതിനുശേഷം അരപ്പ് അങ്ങോട്ടിട്ട് വീണ്ടും ആവിയിലൊന്ന് അടച്ചു വെച്ചു. ഏകദേശം ഇല നന്നായിട്ട് വെന്ത ശേഷമാണ് ഞാൻ അരപ്പിട്ടത്. അരപ്പിട്ട് വീണ്ടും നല്ലതുപോലെ അടച്ചു വെച്ചു. നല്ലതുപോലെ ഒന്ന് ആവി വന്നു, അരപ്പ് വെന്ത മണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കിയിട്ട് പിന്നെ ഫോർക്ക് വെച്ചൊന്ന് ഇളക്കിയേ. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അന്യായ രുചിയാണ്. ഞങ്ങൾ വെറുതെ കോരി തിന്നുമായിരുന്നു കേട്ടോ, ഇത്ര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നൊരു മുട്ടത്തോരൻ്റെ ടേസ്റ്റാണോ, ഈ ഇലയുടെ ഒരു ടേസ്റ്റും എനിക്ക് ഫീൽ ആയില്ല. ഒരു ചീരത്തോരൻ്റെ അങ്ങനെയുള്ള ഒരു ഫീലും കിട്ടിയില്ല. നല്ലൊരു രുചിയാണ്. എനിക്ക് കയ്പും ഇല്ലായിരുന്നു. ആർട്ടിക്കിളുകളൊക്കെ വായിച്ചു, അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിന് കട്ടുള്ളത് കൊണ്ട് ആയിരിക്കാം, അല്ല എന്ന് പറയുന്നില്ല, ആയിരിക്കാം. കട്ടുള്ളത് കൊണ്ട് തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട്
തോരൻ വെക്കുന്നതാണ് നല്ലതെന്നൊക്കെയാണ് അത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അല്ലാതെ വെച്ചിട്ടും എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയാണ്. ദയവ് ഇത് നിങ്ങളുടെ പറമ്പിൽ ഇതുണ്ടെങ്കിൽ കളയരുത്. നമ്മുടെക്ക് ആരോഗ്യത്തിന് ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ തരുന്ന ഒരു തോരനാണ് കേട്ടോ, ഇലയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ച് കേട്ടോ, പലർക്കും അറിയാത്ത കാര്യമാണല്ലോ അതുകൊണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.